ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വയണയില പായസമാണ്, അല്ലെങ്കിൽ തെരളിയില പായസം. വയണയിലെന്നും തെരളിയിലെന്നും പറയും. നമ്മൾ തെരളിയപ്പം ഉണ്ടാക്കാനൊക്കെ എടുക്കുന്നത്, കുമ്പിളപ്പം ഉണ്ടാക്കാൻ എടുക്കുന്ന ഇലയാണ്. ഇത് ഒരാഴ്ച കഴിഞ്ഞ ഇലയാണ്. ഞാൻ കൊണ്ടുവച്ചിരുന്ന് കുറച്ച് ഉണങ്ങിപ്പോയി. ഇപ്പം ഞാൻ നല്ലവണ്ണം കഴുകി എടുത്തതാണ്. ഇത് വെച്ചിട്ട് ഒരു പായസമാണ് ഞാൻ തയ്യാറാക്കാൻ പോണത്. അതിനുള്ള സാധനങ്ങളാണ് ഇലയുണ്ട്, ശർക്കര, തേങ്ങ നമ്മൾ പിഴിഞ്ഞിട്ട് അതിൻ്റെ പാലെടുത്താണ് പായസം ഉണ്ടാക്കുന്നത്. അതാണ്. പിന്നെ അത് കുറച്ച് അരി ഞാൻ എടുത്തിട്ടുള്ളൂ, ഒരു 3/4 ഗ്ലാസ് അരി. ഇത് വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കാൻ പോണത്. ഇപ്പോൾ അങ്ങനെ നമുക്ക് പായസത്തിനുള്ള വെള്ളം അടുപ്പിലോട്ട് വയ്ക്കാം. ഗ്യാസ് കത്തിക്കാം. അടുപ്പ് കത്തിച്ച് വെള്ളം അടുപ്പിലോട്ട് വെച്ച് വെള്ളം നല്ലവണ്ണം തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇടാം. വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അത് നമുക്കൊരു അടുപ്പിലോട്ട് വയ്ക്കാം. ശർക്കര അത്രയും ഇരിക്കട്ടെ, മധുരം കുറവാണെങ്കിൽ അടുപ്പ് എത്തിക്കാം. ശർക്കരയും ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുകി കുറച്ചൊക്കെ ഉരുകി. ശർക്കര നല്ല കറുത്ത ശർക്കരയാണ്, പക്ഷെ ഇത് കുറച്ച് പഴക്കമുണ്ടെന്ന് തോന്നുന്നു. ചെറിയ നല്ല കളറുണ്ട്. ഉരുകി വരട്ടെ, ഉരുകട്ടെ. കുറച്ചും കൂടി ഉരുകാനുണ്ടത്. അതെ, ഇത്രയും കൂടി ഉണ്ട് ഉരുകാനായിട്ട്. അത് ഉരുകി വരട്ടെ. വെള്ളം തിളച്ചതാ, അരി ഇട്ട് കൊടുക്കാം. ഇത് 3/4 ഗ്ലാസ് പച്ചരിയാണ് എടുത്തത്. 3/4 ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. വെള്ളം നല്ലോണം തിളച്ച്, അതുകൊണ്ട് വേഗം എന്ത് കിട്ടും. ഇനി നമുക്ക് വയണയില ഇതിനകത്തോട്ട് മുറിച്ചിട്ട് കൊടുക്കാം. അരി തിളച്ചല്ലേ. തിളയ്ക്കുന്നതിന് മുമ്പ് ഇടുന്നവരുണ്ട്. ഞാനിപ്പോൾ തിളച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചു. വയണയില നല്ലോണം വെന്ത് അതിൻ്റെ മണം അതിൽ പിടിക്കും. ഞാനിത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത് മാറ്റും. ഇത് വെള്ളം അടുപ്പ് വയ്ക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം ഇടാം ഇത്. പക്ഷെ ഞാൻ ഇത് തിളച്ചതിന് ശേഷമാണ് ഇട്ടെന്നേ ഉള്ളൂ. ശർക്കര ഉരുകി കഴിഞ്ഞ് നമുക്ക് തണുക്കാൻ വയ്ക്കുക. അത് തണുത്തതിന് ശേഷം അരിച്ചെടുക്കണം. തണുക്കട്ടെ. നമുക്ക് അരി വെന്താന്ന് നോക്കട്ടെ. വെന്തില്ല, കുറച്ചുകൂടി വേകാനുണ്ട്. നല്ലോണം വേകട്ടെ. അടച്ച് വയ്ക്കുക. ഇനി നമുക്ക് അരി വെന്ത് നോക്കാം. വെന്തായിട്ട് തോന്നുന്നുണ്ട്. ഇതാ നോക്കാം. അരി നല്ലോണം വെന്ത്. ഇനി നമുക്കതിലോട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഞാൻ അരിച്ച് വെച്ചിരുന്നതാണ്. ഇളക്കി കൊടുക്കാം. നല്ല കളറുണ്ട് ശർക്കരയ്ക്ക്, കണ്ടില്ലേ? കറുത്ത ശർക്കരയാണ്, നല്ല കളറുള്ള ശർക്കര. ഇനി നമുക്ക് വയണയില എടുത്ത് മാറ്റാം. നല്ലോണം വെന്ത്, അരി നല്ലോണം വെന്ത് വയണയിലയുടെ മണമെല്ലാം അതിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് മാറ്റാം. എടുത്ത് മാറ്റിയതിന് ശേഷം തേങ്ങാപ്പാലും നെയ്യും ഒഴിക്കാം. നല്ല മണമുണ്ട്. ഭയങ്കര മണം നോക്ക്. പക്ഷെ ഇതിൽ ഏലക്കപ്പൊടി ഇടുന്നവർ ഇടും, ചില ആൾക്കാരിടും.
ഞാനിപ്പോൾ ഇടുന്നില്ല, കാരണം ഇതിൻ്റെ ഇലയുടെ മണം തന്നെ നല്ല മണമുണ്ട്. അപ്പോൾ ഏലക്കയുടെ മണവും കൂടി വരുമ്പോൾ അത് വേറൊരു ഇതായിപ്പോവും. ഈ ഇലയുടെ തെള്ളിയിലെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഇലയുടെ മണം മാത്രം വെച്ച് പായസം വയ്ക്കുന്നതിന്, അത് മാത്രം വെച്ച് വയ്ക്കുന്നതിന് നല്ലത്. ഏലക്ക ഇടുമ്പോൾ അത് വേറൊരു മണമായി മാറും. അതുകൊണ്ട് ഞാനിപ്പോൾ ഏലക്കാപ്പൊടിയൊന്നും ഇടുന്നില്ല. വേണയില മാത്രം വെച്ചുള്ള അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തക്ക രീതിയിലാണ് ഞാൻ വെച്ച് വയ്ക്കുന്നത്. അങ്ങനെ വയ്ക്കുന്നവരും ഉണ്ട്, ഏലക്കാപ്പൊടി ഇട്ട് വയ്ക്കുന്നവരും ഉണ്ട്. കുറച്ചുകൂടെ പച്ച ഇലയാണെങ്കിൽ കുറച്ചും കൂടെ മണം വന്നാൽ. ഇപ്പോൾ ഒരാഴ്ച ഞാൻ കൊണ്ടുവച്ചിട്ട് കുറച്ചുകൂടെ വറ്റി വരട്ടെ, ഒരു ശകലം വെള്ളം കൊടുത്ത് ഇത് വറ്റി വരട്ടെ. ശർക്കര ഒഴിച്ചപ്പോഴത്തിൽ കുടിച്ചു. ഇനി നമുക്ക് പായസത്തിൽ ഇടാൻ ശകലം തേങ്ങ വറുത്തിടാം. തേങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ തേങ്ങ ഇടണ്ടെന്നാണ് വിചാരിച്ചത്, പിന്നെ എനിക്കൊന്നും ഇടാമെന്ന്. തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. തേങ്ങ ഇടാതെയും ചെയ്യാം. എൻ്റെ മനസ്സിൽ തേങ്ങ ഒന്ന് നെയ്യിലിട്ടൊന്ന് വറുത്ത് അതിലിടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഇങ്ങനെ എടുത്താൽ, നെയ്യും കൂടെ ഒഴിച്ചെടുത്താൽ മതി. ഞാൻ പക്ഷേ ഒരു ശകലം തേങ്ങയും കൂടെ വറുത്തിടാമെന്ന്. അത് നമുക്ക് തേങ്ങ വറുക്കണം, നെയ്യിൽ വറുക്കാം. ശകലം നെയ്യ് ഒഴിച്ച് നെയ്യിൽ വറുക്കാം. കുറച്ച് മതി, നമ്മൾ കുറച്ച് പായസമല്ലേ വെച്ചിട്ടുള്ളൂ, അപ്പോൾ കുറച്ച് മതി, അത്ര മതി. പിന്നെ കളർ മാറണം, നല്ലതായിട്ടങ്ങ് മാറണ്ട, ചെറിയ രീതിയിലൊന്ന് മാറിയാൽ മതി. അതിനിടാം. പായസം റെഡിയായി. പായസം ചില ലൂസായിട്ട് വയ്ക്കണം, കാരണം അത് ഇരുന്ന് കട്ടിയാവും. കുറച്ച് കഴിയുമ്പോൾ നല്ല കട്ടിയായി മാറും. തേങ്ങ വറുത്തതാണ്, തൈ കളറാണ്. ഈ പരുവം കണ്ട, ഈ കളർ മതി, ഇത്ര മതി. നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം പായസത്തിൽ. പുറത്ത് നല്ല മഴയുണ്ട്. പായസം കുടിക്കാൻ കൊള്ള നല്ല കാലാവസ്ഥ, നല്ല മഴ. നമുക്ക് നെയ്യ് ഒഴിക്കാം. കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി, കുറച്ച് പായസം. തേങ്ങാപ്പാൽ ഒഴിക്കുമല്ലോ, അപ്പോൾ നെയ്യ് കുറച്ച് മതി. ഇനി നമ്മുടെ അരിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പായസം റെഡിയായി. കണ്ടില്ലേ, അടിപൊളി പായസം. നല്ല മണം വരുന്നുണ്ട്, ഇലയുടെ മണം, തെരളി ഇലയുടെ നല്ല മണം വരുന്നുണ്ട്. മണം വരുമ്പോൾ നമുക്ക് ഒന്ന് തെരളിയപ്പം ഉണ്ടാക്കണമെന്ന് തോന്നും. കുമ്പിളപ്പം ഉണ്ടാക്കിയാൽ ഇതേ മണം തന്നെ, നല്ല മണം വരുന്നു. തിളയ്ക്കണ്ട, തിളച്ച് പോയാൽ കൊള്ളാതെ വരും. തേങ്ങാപ്പാലല്ലേ ഒഴിച്ചിരിക്കണം, തിളയ്ക്കണ്ട. നമുക്ക് വാങ്ങിയെടുക്കാം. അടുപ്പൊന്ന് മാറ്റി വയ്ക്കാം. ഒരു പാത്രയായി തെരളിയില പായസം റെഡിയായി. നിങ്ങളെല്ലാവരും ഇങ്ങനെ തെരളിയില ഇട്ട് പായസം വെച്ച് കുടിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്, നല്ല മണമാണ്, നല്ല ഒരു പായസമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.